സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്താ ചെയ്യുന്ന ഇവിടെ നമുക്ക് റൂട്ട് കാണിച്ചു തരാണ്. ഇതിന് സിറാത്തുൽ മുസ്തഖീം. എന്നിട്ട് നമ്മൾ റൂട്ട് എവിടേക്കാണ് നമ്മൾ പോണത്? എവിടേക്കാണ് പോണത്? കുവൈത്തിലേക്കല്ല, വേറെ നാട്ടിൽക്കൊന്നല്ല. നമ്മളെ ആത്മീയമായ റൂട്ട് ഏതാണ്? അല്ലാഹുവിൻ്റെ ലിഖാ. ഈമാൻ സലാമത്തായിട്ട് ഭരിച്ചിട്ട് ഖബറിൽ നല്ല നിലക്ക് സ്വർഗീയ ജീവിതം ജീവിച്ച് പരലോകത്തേക്ക് വന്ന് സ്വർഗത്തിൽ കടന്ന് അവിടെ വെച്ച് അള്ളാഹിനെ കാണുകയുള്ളൂ. അള്ളാഹിൻ്റെ ലിഖാ, അതാണ് യഥാർത്ഥ മുസ്ലിമിൻ്റെ, പരിപൂർണ മുസ്ലിമിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ആ ആത്മീയമായ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു പാർട്ടി ഒന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ, സമസ്തക്കാർ. പക്ഷെ വേറൊരു കാര്യം അവിടെ ഉണ്ട്. ചിലരവിടെ മനസ്സിലാക്കിയ സമസ്തക്കാരനായ മതി, പിന്നൊന്നും വേണ്ടെന്നാ. ഒരു റൂട്ടേ കാണിച്ചിരുന്നുള്ളൂ. പക്ഷെ എന്ത് വേണം? ആ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്ന നമ്മൾ കിബിർ വരാൻ പാടില്ല, ലോകമാന്യം വരാൻ പാടില്ല, അസൂയ വരാൻ പാടില്ല. അപ്പോൾ റൂട്ട് ഒരു കാണിച്ചു തന്നു. തെറ്റാതെ റൂട്ടിൽ കൂടെ പോയും വേണം, പോണ പോക്കിൽ മര്യാദയ്ക്ക് പോയും വേണം. അതിനാര് വേണം? മര്യാദയ്ക്ക്. നമ്മൾ ഈ റൂട്ടിൽ വേണമെങ്കിൽ പോലീസുകാരൊക്കെ ഉണ്ടായാൽ മതി ബ്ലോക്ക് തീർക്കാൻ. നമ്മൾ ആത്മീയമായ റൂട്ടിൽ ബ്ലോക്കാരാണ് ഉണ്ടാക്കുന്നത്, ശൈത്താനാണ് ഉണ്ടാക്കുന്നത്. ശൈത്താന് പിമ്പലം കൊടുക്കണ അമ്മാറത്തുൻ നഫ്സാണ്. ആ ബ്ലോക്ക് തീർക്കാൻ ആർക്കും കഴിയൂല. അതിനെന്ത് വേണം? കൂനൂ സ്വാദിഖീൻ. ശൈത്താൻ്റെ ശർറുകളിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെട്ട, അമ്മാറത്തുൻ നഫ്സിൻ്റെ ദുർബോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഹാന്മാർ, അത് ആസ്വാദി ഓല കൂടുതൽ എന്താക്കണം? കൂട്ടുകൂടണം. അപ്പോൾ റൂട്ട് സമസ്തൻ്റെ റൂട്ടുമാവണം, മഹാന്മാരോട് കൂട്ടുകൂടുകയും വേണം. അങ്ങനെ വന്നാൽ അതിനു വേണ്ടി ആത്മാർത്ഥമായി. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതാണ് വലിയ പ്രശ്നമുള്ളത്. നാവ് കൊണ്ട് സമസ്ത എന്നറിയും, ഇപ്പുറം പോയാൽ ഈ മസ്ത എന്ന് പറയും. അത് ശരിയല്ല, അത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. നാവ് കൊണ്ട് ഞാൻ സമസ്തക്കാരനാണ്, SKSFൻ്റെ ആളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലും അതിന് റബ്ബിൻ്റെ നോട്ടം എപ്പോഴും ഹൃദയത്തിലാണ്. കലർപ്പൊന്ന് കണ്ടാൽ മുഴുവൻ നഷ്ടത്തില്ല. അപ്പോൾ അല്ലാത്തവരും ഞാൻ സമസ്ത അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ കച്ചറ തീരുമല്ലോ. അതുകൊണ്ട് ഉള്ളും പുറവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആദർശം അത് ഹക്കാണെന്ന് സംശയം ചോദിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ചുകൊണ്ട് ആ റൂട്ടിൽ കൂടെ തന്നെ എല്ലാവരും പോകണം. അതിനു വേണ്ടി ഞാനും നിങ്ങളും ശ്രമിക്കണം. സമ്മേളനം വരാൻ പോവുകയാണ്. അതിന് വേണ്ടതെല്ലാം വേണ്ടതുപോലെ നല്ല നിയ്യത്ത് ചെയ്യണം. അതിന് കാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്, SKSF. അതിനു വേണ്ടി എല്ലാവരും സഹായങ്ങളൊക്കെ ചെയ്യണം. ഒരിക്കലും തന്നെ ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല ഈ സമസ്ത. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പിന്നെ മഹാന്മാരെ പറ്റി ഒരുപാടും പറയാനുണ്ട്, നേതാക്കന്മാരെ പറ്റി. ശംസുൽ ഉലമയൊക്കെ ഉള്ളിൽ കാണാൻ കഴിവുള്ള ആളായിരുന്നു. ഞാൻ അവർക്കത്ത് കണ്ടതല്ല, അവർക്കത്ത് കണ്ടതൊന്നും പറയാൻ പറ്റില്ല. പറ്റുമല്ലോ, ഞാൻ ഇങ്ങനെ ഉണ്ട് പറയും, അത് പറ്റില്ല. മുത്തവാത്തിറായ റിപ്പോർട്ടാണ് എന്ത്. 80 കൊല്ലം മുമ്പ് ജാമിയയിൽ പ്രിൻസിപ്പാളായ സമയത്ത് മുത്തവാത്തിറാണ്. ഇന്ന് വരെ ഒരാൾക്കും അങ്ങനല്ല എന്ന് പറയാൻ കഴിയില്ല. മുത്തവാത്തിറ ഖബർ വാഹിദല്ല, എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. എന്താ സമ്മതിച്ച കാര്യം? 50 കൊല്ലം മുമ്പ് ജാമ്യാനൂരിയിൽ പ്രിൻസിപ്പാളായ കാലഘട്ടത്തിൽ ഒരു 10-200 വലിയന്മാർ, വലിയ ഒക്കെ മരിച്ചു പോയി. 50 കൊല്ലം മുമ്പുള്ളതല്ലേ. കുറേ ആൾക്കാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ക്യാൻറ്റീനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരാളെ നോക്കി വിളിച്ചു, എടോ നീ ഇവിടെ വാ, നിൻ്റെ ഖൽബിൽ ഈമാൻ കാണുന്നില്ല. കേൾക്കുന്നുണ്ടോ? മോത്തല്ല, കൈമലല്ല, കാലുമലല്ല, വാക്കിലല്ല, നിൻ്റെ ഹൃദയത്തിൽ ഈമാൻ ഞാൻ കാണുന്നില്ല. അവിടെ ഉടനെ ഇവിടുന്ന് പോകണമെന്ന്. ആ ഉസ്താദുമാർക്കും ഇല്ല, കുട്ടികളൊക്കെ ശരീക്കന്മാർക്കൊക്കെ നല്ല തൃപ്തിയുള്ള കുട്ടിയാണ്. നല്ല താടിയും തലക്കെട്ടുള്ള നല്ല വേഷമാണ്. ഒരു ഹദ്നാദ് പോലും മിസ്സാക്കൂല. ഒരു വേണ്ടാത്തൊരു അതബ് കേടും അതുവരെ ഉണ്ടായിട്ടില്ല. ജമാഅത്ത് മിസ്സാക്കൂല. നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. ക്ലാസ്സൊന്നും മിസ്സായി പോകാല്ല, ഒരു പ്രശ്നവുമില്ലാത്ത ആളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചോദിച്ചു, പറഞ്ഞു, ശരി മോനെ പുറത്താക്കുകയാണ്. ഇത്രയും വലിയ നാളെ മോനെ നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടോ? ഞങ്ങൾ നിർത്തിക്കോളി, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറ്റൂലല്ലോ. അങ്ങനെ മനല്ല മനസ്സോളി പുറത്താക്കുകയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായി വന്ന സത്യം കേട്ടില്ലേ? അപ്പോൾ ആരായിരുന്നു അങ്ങനത്തെ ആൾ? 40ഓളം കൊല്ലം നിയന്ത്രിച്ച സംഘടനയാണ് സമസ്ത. ആ ബഹുമാനപ്പെട്ട സമസ്ത ശംസുൽ ഉലമ നല്ല അറിവോടുകൂടി അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളു കാണാൻ കഴിവുള്ള ആളല്ലേ, ജനം സമ്മതിച്ചതല്ലേ. തങ്ങൾ ഉസ്താദിനെ 3 കൊല്ലത്തോളം അവിടെ തിരഞ്ഞെടുത്തു. ഇന്ത്യയിൽ ഉസ്താദുമാരാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഒരിക്കലും പേടിക്കേണ്ടതില്ല. സംശയമുള്ള സംശയം തീർക്കുക എന്നുള്ളതല്ലാതെ ആരും പേടിക്കേണ്ടതില്ല.
നല്ല ഉറപ്പോടുകൂടി ശംസുലമിൻ്റെ പേരിലും പണ്ഡിത്ത് ഉസ്താദിൻ്റെ പേരിലും എല്ലാ കോയത്തങ്ങളുടെ പേരിലൊക്കെ ഫാത്തിയൊക്കെ ഓതി ആര് എതിർത്താലും അതേത് വകുപ്പുള്ള ആളാണെങ്കിലും എങ്ങനെ എതിർത്താലും വല്ല കുറ്റം പറയാൻ നമ്മൾ പോകണ്ട, നമ്മളെന്ത് പറഞ്ഞാൽ മതി, ഞങ്ങളതിനില്ല, ഞങ്ങൾ ഇത് ഹക്കാന്ന് ബോധ്യപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളതിനില്ല എന്ന് പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി മെനക്കെട്ടാൽ മതി. അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും സമ്മേളനമൊക്കെ വിജയിപ്പിക്കാനും വിജയിച്ച് കാണാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. സയ്യിദുൽ അടക്കമുള്ള നേതാക്കന്മാർക്കും ഇവരെ പോലത്തെ മഹാന്മാരായ പ്രവർത്തകന്മാർക്കും എല്ലാവർക്കും അള്ളാഹു നമുക്കൊക്കെ തന്നെയും നല്ല നിലക്കുള്ള ഹാഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടി നല്ല മെനക്കരത്തോടുകൂടി ഒരു മദത് ലഭിക്കലോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.